നമ്മുടെ വയറിൻ്റെ അകത്ത് ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. അത്രമാത്രം ബാക്ടീരിയ ഉണ്ട്. പക്ഷെ ബാക്ടീരിയകൾ നല്ലതുമുണ്ട്, അതുപോലെ തന്നെ മോശമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. ഈ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തിക്ക് അത് വളരെയധികം നല്ലതാണ്, വയറിൻ്റെ ദഹനത്തിന് വളരെ നല്ലതാണ്, മലബന്ധം പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തൊലിക്ക് നല്ലതാണ്, പല ഹോർമോണുകൾ വരെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യും. പക്ഷെ നമ്മൾ മോശമായിട്ടുള്ള ആഹാര രീതി കാരണം നമ്മുടെ ഈ ചീത്ത ബാക്ടീരിയകൾ വളരെയധികം കൂടുന്നുണ്ട്. ഈ മോശമായിട്ട് നമ്മുടെ ചീത്ത ബാക്ടീരിയകൾ കൂടുന്നതിൻ്റെ 5 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്രൈഡ് ഫുഡും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സുമാണ്. നമ്മൾ ഈ കഴിക്കുന്ന പിസ്സ, ബർഗർ, KFC, അതുപോലെ തന്നെ നമ്മൾ ഈ മെക്ഡൊണാൾഡ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നതിലെല്ലാം എണ്ണയിലിട്ട് ഒത്തിരി നേരം പൊരിച്ചതാണ്. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന എണ്ണയും വളരെ മോശമാണ്. അത് വളരെയധികം ശരീരത്തിന് മോശമായിട്ടുള്ള ഒരു ആഹാരമാണ്. രണ്ടാമത്, നമ്മൾ പ്രിസർവേറ്റീവ്സും അതുപോലെ കളറുകളും അതുപോലെ ഉപ്പും ആഡ് ചെയ്തിട്ടുള്ള പല പാക്കറ്റ് ഫുഡ്സുകൾ, പാക്കറ്റ് ചിപ്സുകൾ, അതെല്ലാത്തിനും നമ്മുടെ വയറിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് എല്ലാം വരുന്നത്. ഒരു പാക്കറ്റ് നിങ്ങൾ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ വയറിൻ്റെ ഒരു ഭാഗം കീറി എന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ കാര്യം പഞ്ചസാരയാണ്. പഞ്ചസാര പല ആഹാരങ്ങളിലും ഇപ്പോൾ ഉണ്ട്, അതുപോലെ ബേക്കറി ഐറ്റംസിലെല്ലാം ഉണ്ട്. ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് വയറിന് വളരെയധികം മോശമാണ്. ചീത്ത ബാക്ടീരിയകൾ നല്ലോണം കൂടുകയും നല്ല ബാക്ടീരിയ നല്ലോണം കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര നല്ലോണം ലിമിറ്റ് ചെയ്യുക. ചായയും കാപ്പിയൊക്കെ പഞ്ചസാര ഇടാതെ പതുക്കെ കുടിച്ചു തുടങ്ങുക. ഒരു 2-3 മാസം കഴിയുമ്പോൾ ശരിയാവും. അടുത്ത പ്രശ്നം, ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകളുടെ യൂസാണ്. ഒരു ചെറിയ തൊണ്ടവേദന, പനി, ജലദോഷം വന്നാൽ അവൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ചില ഡോക്ടർ തന്നെ എഴുതി കൊടുക്കും. ഡോക്ടറോട് ചോദിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക്കുകൾ കഴിക്കാവൂ. അടുത്ത വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക സമ്മർദ്ദമാണ്. ഒത്തിരി സ്ട്രെസ് ഉണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിലുള്ള ചീത്ത ബാക്ടീരിയകൾ കൂടാനും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രതിരോധ ശക്തി നല്ലോണം കുറയും, അതുപോലെ നമ്മുടെ ഈ തൊലിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, ദഹനത്തിനുള്ള പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുണ്ടാവും. ഇനി നല്ല ബാക്ടീരിയകൾ കൂടാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. തൈര് കഴിക്കുക. എല്ലാ ദിവസവും 1 കപ്പ് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വയറിന് ദഹനം നടക്കും, അതുപോലെ തന്നെ പല ഈ നല്ല ബാക്ടീരിയകൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ നല്ലോണം കഴിക്കണം. ഫൈബറാണ് നമ്മുടെ നല്ല ബാക്ടീരിയയുടെ ഫുഡ്. ഇപ്പോൾ ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകൾ അടങ്ങിയ ആഹാരം എന്ന് പറഞ്ഞാൽ ചിയ സീഡ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ്, പിന്നെ ആപ്പിള്, അതുപോലെ ഇലക്കറികൾ, ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ചവച്ചരച്ച് കഴിക്കുക. ജ്യൂസ് എല്ലാം കഴിക്കേണ്ട, ജ്യൂസ് കഴിച്ചാൽ ആ ഫൈബർ കിട്ടില്ല. ഇതെല്ലാം കഴിക്കുന്നത് നമ്മുടെ നല്ല ബാക്ടീരിയകൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വയറ് മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചീത്ത ബാക്ടീരിയ കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും നല്ല ബാക്ടീരിയകൾ കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.